ആദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നിങ്ങൾ SGPയുടെ തടവറയിലാണോ? ആണെന്ന് മന്ത്രി MP രാജേഷ് എന്ന് പറയുന്നു. ഞാൻ അതിലേക്ക് വരാം. അതിനുമുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിൽ ചർച്ച നടത്തിയപ്പോൾ ചില വിഷയങ്ങളുണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ ചർച്ച ചെയ്തപ്പോൾ കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ അധ്യക്ഷൻ തന്നെ ചില കാര്യങ്ങൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനലിന്റെ ഭാഗത്ത് നിന്ന് ചില തിരുത്തലുകൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഒരു ഉറപ്പും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസവും ശ്രീ അരുൺകുമാറിന്റെ ഭാഗത്ത് നിന്ന് വെല്ലുവിളിയുടെ സ്വരമാണ് വന്നിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ രേഖാമൂലം അല്ലെങ്കിൽ ഞങ്ങൾ നാളെ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമെടുക്കുന്നുണ്ട്. അതുവരെ ഡിബേറ്റുമായി സഹകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പാർട്ടിയുടെ തീരുമാനം നാളെ ഉണ്ടാകുമെന്നാണ് പ്രസിഡന്റ് അറിയിച്ചിട്ടുള്ളത്. ഈ വിവരം ഞാനിപ്പോൾ ചാനലിലൂടെ പറയുന്നത്, ഈ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം നിരവധിയായ പ്രവർത്തകർ, ഇന്ത്യയിൽ നിന്നും പുറത്തുനിന്നും നിരവധിയായ പ്രവർത്തകർ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കരുത്, റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ മാധ്യമങ്ങളിലൂടെ എന്നെ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ പാർട്ടിയുടെ തീരുമാനം ജ്യോതികുമാർ ചാമക്കാല, താങ്കൾക്കത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിക്കാവുന്നതാണല്ലോ. എന്റെ ചോദ്യത്തിന് മറുപടി അല്ല, ഞാനിപ്പോൾ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ റിപ്പോർട്ടർ ചാനൽ അങ്ങനെ അസ്വസ്ഥയാകാതിരിക്കും സ്മൃതി. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചയ്ക്ക് ആധാരമാക്കിയ ആ യൂട്യൂബിന്റെ ലിങ്ക് പോലും നിങ്ങൾ പ്രൈവറ്റാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളത് തിരുത്താൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഞാനത് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ എടുക്കും. ഞാനത് എന്റെ സഹപ്രവർത്തകരെ അറിയിക്കേണ്ട ബാധ്യത എനിക്കില്ലേ. അപ്പോൾ സ്വാഭാവികമായി ഞാനത് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇവിടെ ഞങ്ങൾ വർഗീയ കക്ഷികളുടെ പിന്തുണ തേടിയോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി ഞങ്ങൾക്ക് മറുപടിയുണ്ട്. MP രാജേഷിനെ പോലുള്ളവർക്കൊക്കെ എന്താ പറയുക, അവരുടെയൊക്കെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാകും. MP രാജേഷ് നേരിട്ട് നിയന്ത്രിച്ച ഒരു തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ അവിടുത്തെ മുതിർന്ന നേതാവ് ശ്രീ AK ബാലൻ നിയന്ത്രിച്ച ഒരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അമ്പയെ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ വോട്ടുകൾ കൂടിയപ്പോഴും നിങ്ങൾക്ക് 600 വോട്ട് കൂടിയെന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സിന്റെ എണ്ണവും കൂടിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു മന്ത്രിയും ഒരു കേന്ദ്ര കമ്മിറ്റി അംഗവും പരിവാരങ്ങളുമൊക്കെ നേരിട്ട് നടത്തിയ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കണ്ടേ. BJPയിലാണെങ്കിൽ വലിയ ആഭ്യന്തര കലഹമാണ്. അപ്പോൾ CPM-നെ സംബന്ധിച്ച് ഇതൊക്കെ പറഞ്ഞേ മതിയാവൂ. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചൊക്കെ നിങ്ങൾ പറയുമ്പോൾ 1994 മുതൽ 2019 വരെ ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾക്ക് രഹസ്യമായും പരസ്യമായും നിങ്ങൾക്ക് പിന്തുണ നൽകിയ പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി. ആ പാർട്ടി രൂപീകൃതമാകുന്നതുവരെ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി തന്നെ അതിനെക്കുറിച്ച് സമ്മതിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും നിങ്ങൾക്കൊരു വിഷയവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളോടൊപ്പം ഏതെങ്കിലും കക്ഷികൾ നിന്നില്ലെങ്കിൽ അവർ വർഗീയവാദികളാകും, നിങ്ങളോടൊപ്പം നിന്നാൽ അവർ ജനാധിപത്യവാദികളാകും എന്ന നിങ്ങളുടെ തനത് ശൈലി അത് നിങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നിങ്ങൾക്ക് അതാവുകയുമാകാം. പക്ഷേ പബ്ലിക്കിനെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ളവരാണ്. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നവരെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ പോളിസി വളരെ സിമ്പിളാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾ UDF-ന്റെ സ്ഥാനാർത്ഥിയായി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ ഫീൽഡ് ചെയ്തു. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഐഡിയോളജി ഉണ്ട്, ഞങ്ങളുടേതായ നയമുണ്ട്, ഞങ്ങളുടേതായ പ്രകടന പത്രികയുണ്ട്, ഞങ്ങൾ നടത്താൻ പോകുന്ന വികസന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ആ സ്ഥാനാർത്ഥിക്ക് ആരുടെ വോട്ടും ഞങ്ങൾ സ്വീകരിക്കും. അത് BJPയിലെ പ്രവർത്തകർ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. BJPക്ക് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തിട്ടുള്ളവർ ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ മുനിസിപ്പൽ പ്രദേശത്ത് ഉൾപ്പെടെ 4000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ചരിത്രത്തിൽ ആദ്യമായി ലഭിക്കുന്നത്. CPM-ന്റെ പ്രവർത്തകരുടെ വോട്ടിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും വോട്ട് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ അത്തരത്തിൽ സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ ഞങ്ങളുടെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന, ഞങ്ങളുടെ പ്രകടന പത്രിക അംഗീകരിക്കുന്ന, ഞങ്ങളുടെ സ്ഥാനാർത്ഥി അംഗീകരിക്കുന്ന എല്ലാ ഘടകങ്ങളും പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യാൻ കഴിയുന്നവർക്കെല്ലാം ഞങ്ങൾ വോട്ട് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ വോട്ട് ചെയ്താൽ എങ്ങനെയാണ് AI ക്യാമറയുടെ വല്ല സഹായവും ഉണ്ടോ? ഓരോരുത്തരും വരുമ്പോൾ നിങ്ങൾ ഏത് പാർട്ടിയാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാനും, അങ്ങനെയുള്ള പാർട്ടിയുടെ വോട്ട് കോൺഗ്രസിന്റെ ചിഹ്നത്തിലേക്ക് ചെയ്താൽ അത് വരാതിരിക്കാനും പിന്നെ EVM-ൽ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കി വെക്കാൻ കഴിയുമോ? അപ്പോൾ ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ ഇലക്ടറൽ റോളിൽ പേരുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാം. അവരാർക്ക് വോട്ട് ചെയ്യണം തീരുമാനിക്കുന്നത് അവരവരുടെ തീരുമാനമാണ്. ആ തീരുമാനമനുസരിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തപ്പോൾ, ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം ലഭിച്ചപ്പോൾ, ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ട് ലഭിച്ചപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. എന്തിനാ നിങ്ങൾ അസ്വസ്ഥരാകുന്നത്? ഞങ്ങൾ പരാജയപ്പെടുത്തിയത് BJPയെയാണ്. ഞങ്ങൾ പരാജയപ്പെടുത്തിയത് BJP ആയിരിക്കുമ്പോൾ BJPക്കില്ലാത്ത വേവലാതി എന്തിനാണ് CPM-ന്? അപ്പോൾ CPM ഈ തുടക്കം മുതൽ BJPയെ സഹായിക്കാനും BJPയെ പാലക്കാട് വിജയിപ്പിക്കാനുമുള്ള തന്ത്രങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയതെന്ന് നമുക്കറിയാം.
ഇവിടെ പിന്നെ ഒരുപാട് വ്യാജ വാർത്തകൾ കൊണ്ടുവന്നതിന്റെ പിന്നിൽ ഈ സംഘം പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങളുടെ ചാനലിലെ ഒരു പൂർവികനും അതിനകത്തുണ്ട്. ഏതായാലും അത്തരത്തിലൊക്കെ പ്രവൃത്തികൾ നടത്തിയിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ? ഇനിയെങ്കിലും പാലക്കാട്ടെ ജനങ്ങളെ വിഡ്ഢികളാക്കരുത്, അവരെ വിഡ്ഢികളാണെന്ന് പരിഹസിക്കരുത്, അവർക്ക് ഇതൊന്നും അറിയാത്തവരാണെന്നും അവർക്ക് രാഷ്ട്രീയം മനസ്സിലാകാത്തവരാണെന്നും കരുതിക്കളയരുത്. അവർ ജനാധിപത്യ ചേരിയോടൊപ്പം നിന്നത് അവർക്ക് അതിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഡീലിമിറ്റേഷന് ശേഷം ഈ നിയോജകമണ്ഡലത്തിൽ, പാലക്കാട് നിയോജകമണ്ഡലത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിക്കൊണ്ട് 17,000-ലധികമായിരുന്നു നേരത്തെയുള്ള ഏറ്റവും വലിയ ഭൂരിപക്ഷമെങ്കിൽ ഇപ്പോൾ 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമ്പോൾ ആ വോട്ടർമാർ അവർ രാഷ്ട്രീയം മനസ്സിലാക്കി, സാഹചര്യം മനസ്സിലാക്കി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിലയിരുത്തി, എല്ലാ പാർട്ടികളെയും വിലയിരുത്തി, രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി ആണ് അവർ വോട്ട് ചെയ്തിട്ടുള്ളത്. അവരെ ഇനിയും അപമാനിക്കുന്നത് അത് BJP ആയാലും LDF ആയാലും അവസാനിപ്പിക്കണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുവാനുള്ളൂ. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ പേരിൽ മാത്രം ഇത്തരത്തിൽ വർഗീയതയെക്കുറിച്ച് അങ്ങേയറ്റം ഹാലിളകുന്ന CPM-നെ സംബന്ധിച്ച് എന്ത് വർഗീയത നിങ്ങളിതിൽ കാണുന്നത്? നിങ്ങൾ തുടക്കം മുതൽ, ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾ 1994 മുതൽ 25 വർഷം 2019 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ 14-ലെ തെരഞ്ഞെടുപ്പിലും 16-ലെ തെരഞ്ഞെടുപ്പിലും ഉൾപ്പെടെ നിങ്ങൾക്ക് ഇതേ കക്ഷികളുടെ പിന്തുണ ലഭിച്ചപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ലായിരുന്നു. ഇവരെ സംബന്ധിച്ച് ഇവരിപ്പോഴും പിന്നെ ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി പ്രവർത്തിക്കുന്നു. അവരുടെ പിന്തുണ നൽകി അവർ പ്രകടനം നടത്തുന്നതിന് ഞങ്ങൾ എതിർക്കാൻ കഴിയുമോ? BJPക്ക് എതിർക്കാൻ കഴിയുമോ? CPM-ന് എതിർക്കാൻ കഴിയുമോ? ജനാധിപത്യപരമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പാർട്ടികൾ അവരെ എന്തിന്റെ പേരിലായാലും രജിസ്റ്റർ ചെയ്തതിന്റെ പേരിലാണ് വെൽഫെയർ പക്ഷേ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഞങ്ങളാണ് വിജയിപ്പിച്ചത് എന്നൊരു അവകാശവാദം അവർ നടത്തുന്നുണ്ട്. ആ അവകാശവാദം എന്തുകൊണ്ടാണ് കോൺഗ്രസ് തള്ളാത്തത്? ഇത് ഞാൻ തിരിച്ച് നമ്മളെല്ലാത്തിനും മറുപടി പറയേണ്ടതുണ്ട് സ്മൃതി. ഞാൻ ചോദിക്കട്ടെ, 18,840 വോട്ടിന് വിജയിച്ച ആ സ്ഥലത്ത് SDP-യുടെ വോട്ട് കൊണ്ടാണ് ഞങ്ങൾ ജയിച്ചതെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? SDP-യുടെ മാത്രം വോട്ട് കൊണ്ട് ജയിപ്പിക്കാൻ കഴിയുമോ? SDP-ക്ക് അതിനു വേണ്ടി വോട്ട് അവിടെ ഉണ്ടോ? അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന 1,94,000-ലധികം വരുന്ന വോട്ടർമാരിൽ വോട്ട് ചെയ്തിട്ടുള്ള 1,37,000-ലധികം വരുന്ന വോട്ടർമാരിൽ ഭൂരിപക്ഷവുമാണ്. അതിൽ 59,000 പേരാണ് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളത്. ഇവർ ആരൊക്കെയാണെന്ന് തിരിച്ചറിയാൻ ഇപ്പോഴത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു മാർഗവുമില്ല എന്നിരിക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തവരെ സംബന്ധിച്ച് ആർക്കും, ഞങ്ങൾ വോട്ട് ചെയ്യാത്തവരെ സംബന്ധിച്ചും പറയാം. ഇവിടെ നമ്മൾ വസ്തുതകളെ വസ്തുതകളായി കാണണ്ടേ? നമ്മൾ എന്തിനാ ഈ പിന്നെ ഇത്തരത്തിലുള്ള ബാലിശമായ വാദങ്ങളുമായി മുന്നോട്ട് പോകുന്നത്? വസ്തുതകളനുസരിച്ച് സംസാരിക്കുന്നു. ശ്രീ എം പ്രകാശൻ, SG